പശ്ചിമേഷ്യയിൽ നിന്നും വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: ഈ യുദ്ധത്തിന് എന്ന് അവസാനമുണ്ടാകും? കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പുറത്തുവന്ന പ്രസ്താവനകൾ പരിശോധിച്ചാൽ ലോകത്തെ നയിക്കുന്ന 3 ശക്തികളും യുദ്ധത്തിന്റെ അന്തിമ ഗെയിമിനെ അഥവാ എൻഡ് ഗെയിമിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. എന്നാൽ ഓരോരുത്തരും കാണുന്ന സ്വപ്നങ്ങൾ വ്യത്യസ്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് വിജയപേരി മുഴക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കടുത്ത നിബന്ധനകളുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. ഇതിനിടയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ലക്ഷ്യം കാണാതെ പിൻവാങ്ങില്ലെന്ന വാശിയിലും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നത് ഒരു വിജയിയുടെ സ്വരത്തിലാണ്. ബുധനാഴ്ച കെൻഡക്കിയിലെ ഹെബ്രോണിൽ നടന്ന വൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസ്താവന ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. വിജയിച്ചു എന്ന് നേരത്തെ പറയാൻ എനിക്കിഷ്ടമല്ല, പക്ഷെ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് അവസാനിച്ചു എന്നാണ് ട്രംപ് ആവേശത്തോടെ പ്രഖ്യാപിച്ചത്. അമേരിക്കൻ സൈന്യം ഇറാന്റെ നാവിക കപ്പലുകളെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തു തരിപ്പണമാക്കിയെന്നും ഇറാനെ ഫലത്തിൽ നശിപ്പിച്ചുവെന്നുമാണ് വാഷിംഗ്ടണിന്റെ വാദം. ഇറാന് ഇനി തിരിച്ചടിക്കാൻ ശേഷിയില്ലെന്നും ലക്ഷ്യമിടാൻ ഇനി അവിടെ ഒന്നുമില്ലെന്നുമാണ് ട്രംപ് നൽകുന്ന സൂചന. എങ്കിലും ജോലി പൂർത്തിയാക്കാതെ തങ്ങൾ നേരത്തെ മടങ്ങില്ല എന്ന് പറയുന്നതിലൂടെ ഇറാനെ പൂർണ്ണമായും ദുർബലപ്പെടുത്തിയ ശേഷമേ അമേരിക്ക പിൻവാങ്ങുവെന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ വിജയവാദം വെറും പൊള്ളയാണെന്നാണ് ഇറാൻ പറയുന്നത്. യുദ്ധക്കളത്തിലെ തകർച്ചയേക്കാൾ രാഷ്ട്രീയമായ വിജയത്തിനാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുൻഗണന നൽകുന്നത്. റഷ്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കളുമായി സംസാരിച്ച ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ച 3 വ്യവസ്ഥകൾ ഇങ്ങനെയാണ്: 1. ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കണം. 2. യുദ്ധം മൂലമുണ്ടായ ഭീമമായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും നഷ്ടപരിഹാരം നൽകണം. 3. ഭാവിയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറച്ച ഗ്യാരണ്ടി നൽകണം. ഈ വ്യവസ്ഥകളില്ലാതെ ഒരു സമാധാന ചർച്ചയ്ക്കും ഇറാനില്ല. ട്രംപിന്റെ ഞാൻ തോൽപ്പിക്കുമെന്ന വാദത്തിന് മറുപടിയായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നൽകിയ മറുപടി ഇതായിരുന്നു: ഈ യുദ്ധത്തിന്റെ അവസാനം തീരുമാനിക്കുന്നത് അമേരിക്കയല്ല, മറിച്ച് ഇറാനാണെന്നാണ്. ഈ വലിയ പോരാട്ടത്തിൽ ഇസ്രയേലിന്റെ നിലപാട് ഏറ്റവും കടുപ്പമേറിയതാണ്. അമേരിക്കയോ ഇറാനോ എന്തു പറഞ്ഞാലും തങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ പിൻവാങ്ങില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. ഇറാന്റെ സൈനിക ശേഷിയെയും മേഖലയിലുടനീളമുള്ള അവരുടെ സഖ്യകക്ഷികളെയും അഥവാ പ്രോക്സികളെയും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. യുദ്ധം എന്നവസാനിക്കുമെന്നതിനേക്കാൾ എപ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാകുമെന്നതിനാണ് അവർ മുൻഗണന നൽകുന്നത്. ഒരു നിശ്ചിത അവസാന തീയതി പറയാൻ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ഇറാൻ ഇനി ഭീഷണിയാകില്ല എന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ഈ പ്രചാരണം തുടരുമെന്നാണ് ഇസ്രയേലിന്റെ സന്ദേശം. ഈ 3 രാജ്യങ്ങളും യുദ്ധാവസാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിലുള്ള അകലം വളരെ വലുതാണ്. അമേരിക്ക സൈനിക വിജയം അവകാശപ്പെട്ട് പിന്മാറാൻ ഒരുങ്ങുമ്പോൾ ഇസ്രയേൽ കടുത്ത നാശത്തിനായി മുറവിളി കൂട്ടുകയാണ്. ഇറാൻ ആകട്ടെ ഇതൊരു നയതന്ത്ര യുദ്ധമാക്കി മാറ്റി തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഒരേ ലക്ഷ്യത്തിലേക്ക് 3 വ്യത്യസ്ത വഴികളിലൂടെ നടക്കാൻ ശ്രമിക്കുന്ന ഈ നേതാക്കൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുക എന്നത് അസാധ്യമായി തോന്നുന്നു. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അത് അവസാനിപ്പിക്കാൻ ആര് തീരുമാനിക്കുമെന്നതാണ് ലോകത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വിശ്വാസവും രാഷ്ട്രീയവും വൻ ശക്തികളുടെ ഈഗോയും ഇഴചേർന്ന് കിടക്കുന്ന ഈ സംഘർഷം പ്രവചനാതീതമായ ഒരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറുമോ അതോ ലോകമഹായുദ്ധത്തിന് ഇത് തിരികൊളുത്തുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അധികാരത്തിന്റെ ഇടനാഴികളിൽ പുകയുന്ന ഈ സത്യങ്ങൾ മാനവരാശിക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്.